കന്നിമാർ ചോല തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലനിരകൾക്ക് നടുവിലെ ചെറുഗ്രാമം. പക്ഷേ പേരിലെ ചോല ഈ നാട്ടിലില്ല. തലമുറകളായി കുറേ മനുഷ്യർ ഇവിടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ഞാൻ ഈ കര വന്ന് 29 വർഷമായി. 29 വർഷം ഈ വെള്ളമില്ലാതെ ഞാൻ അനുഭവിക്കാൻ ഒറ്റയ്ക്കായി. പാതിരാത്രിക്കൊക്കെ ഇവിടെ വന്നിരുന്ന് വെള്ളം കോരണം, പേടിച്ചിട്ട് വരാനും പറ്റിയല്ല. ഒത്തിരി പേരുണ്ട്, വിധവകളായിട്ട് ഒത്തിരി പെണ്ണുങ്ങൾ ഇവിടെയുണ്ട്. എല്ലാം ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. മലിനമായ ഒരു കിണറും തുള്ളിത്തുള്ളിയായി വെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു ഓലിയുമാണ് നിസ്സഹായരായ ഈ മനുഷ്യരുടെ പ്രധാന ജലസ്രോതസ്സുകൾ. ഈ കാണുന്ന ഉറവയിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ ഒരു പാത്രം വെള്ളം തരുമ്പോൾ 1 മണിക്കൂറാവും. അങ്ങനെ കോരിയാണ് ഞങ്ങൾ ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നത്. ഞാനിവിടെ താമസത്തിൽ നിന്ന് 35 വർഷമായി. ഈ 35 വർഷക്കാലം ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായമായവരും സ്ത്രീകളും ഈ കിണറ്റിൽ നിന്നുള്ള വെള്ളം കുടങ്ങളിൽ ചുമന്ന് ഏറെ ദൂരം നടന്നാണ് വീടുകളിലെത്തുന്നത്. ചൊവ്വയിൽ ഒന്ന് കുളിക്കാനോ സ്കൂളിൽ പോകുന്ന പിള്ളേർ നല്ലപോലെ കുളിച്ചിട്ട് തന്നെ വലിയൊരു പാടാണ്. ആഴ്ചയിൽ ഒരു 3-6 ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസമേ കുളിക്കാൻ പറ്റില്ല. അത്രയ്ക്കൊന്നും കുടിക്കാൻ വെള്ളം യാതൊരു കാരണമില്ല. തേയിലത്തോട്ടങ്ങളിലെ പണിയും കന്നുകാലി വളർത്തലുമാണ് ഈ നാട്ടുകാരുടെ പ്രധാന ഉപജീവന മാർഗം. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വൻതുക നൽകി ടാങ്കർ വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ. ഈ വെള്ളം ഇപ്പം തീരാറായി. ഇന്നും ഞങ്ങൾ വേറെ വണ്ടിക്കും ഇപ്പം മുറുക്കടിയും കുമിളിയിൽ നിന്നാണ് വെള്ളമിറങ്ങുന്ന വെള്ളം വരുന്നത്. ഇപ്പോൾ ആ വെള്ളവും കിട്ടാൻ വലിയ പ്രശ്നം. ഇന്നലെ ഞാൻ വെള്ളത്തിന് പറഞ്ഞിട്ട് ഇന്നാണ് എനിക്ക് വെള്ളം കിട്ടിയത്. എല്ലാ വർഷവും ജനുവരിയിൽ തന്നെ കന്നിമാർ ചോലയിൽ രൂക്ഷമായ വരൾച്ച അനുഭവപ്പെട്ടു തുടങ്ങും. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ നാട്ടുകാരിനെ സമീപിക്കാൻ ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ബാക്കിയില്ല. പതിറ്റാണ്ടുകളായി കുടിവെള്ളം കിട്ടാക്കനിയായ ഒരു ജനതയുണ്ട് കന്നിമാർ ചോലയിലെ ഈ അംബേദ്കർ കോളനിയിൽ. കൊടും വേനലാണ്, കുടിവെള്ളത്തിനായി അലയുകയാണ് ഇവിടുത്തെ ജനത. അധികാരികൾ ഇനിയെങ്കിലും ഇവരെ പരിഗണിക്കണം. കന്നിമാർ ചോലയിൽ നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.